തേടിയ വള്ളി കാലിൽ ചുറ്റി. എന്താ രണ്ടാളും കൂടി അങ്ങനെ പോകുന്നത്? ഒന്നുമില്ല, എന്നൊരു കാറിന്റെ അത്യാവശ്യമുണ്ട്, അങ്ങനെ പോകുന്നതാ. പിന്നെ നമ്മളെ മൊയ്തുക്കാന്റെ വീടിന്റെ പണി ബാക്കിയോട് തുടങ്ങുന്നുണ്ട്. കുറച്ച് കൊണ്ടുകൂടി ശരിയാക്കണം വേണ്ടിട്ട് വന്നാ. കച്ചവടമൊക്കെ ഉഷാറല്ലേ? കുഴപ്പമില്ലല്ലോ. കച്ചവടം കുഴപ്പമൊന്നുമില്ല. ഒക്കെ വേണ്ടതുപോലൊക്കെ കണ്ട് നോക്കിയിട്ടേ ഈ കൈകാര്യം ചെയ്യണം. നമുക്ക് പൈസ ഇപ്പം അവിടെ പിന്നെ പടവും വാർപ്പും ആയിട്ടേ ഉള്ളൂ. ഇനിയിപ്പോ തേപ്പ് വയറിങ് ഒരുപാട് പൈസന്റെ ചെലവാണ്. അപ്പൊ നാളെ ഇപ്പൊ നമ്മുടെ മെമ്പറി ഇവിടെ ആചാരുണ്ട്, അവിടെ കാണാൻ ഞങ്ങൾ നാളെ പോകുന്നുണ്ട്. ആ ഉപ്പര പോയി ഓല രണ്ടാളും പോയി കാണും, രാവിലെ പോയി കാണും. അതുപോലെ നമുക്ക് ചോദിച്ചാൽ കിട്ടുന്ന കുറച്ച് ആൾക്കാരെ കണ്ടിട്ടേ കണ്ടിട്ട് കാര്യമില്ലല്ലോ. അതെന്ത് വേണമെങ്കിലും ഞമ്മ ചെയ്യാം. പിന്നെ താക്കോൽദാനവും വലിയ പരിപാടി കഴിക്കൂലേ? ഏതായാലും നമ്മളെ പരസ്യം ഏതായാലും നിങ്ങൾ അവിടെ പൊളിക്കണം. അതെന്ത് ചോദിക്കാനാ? അത് ഞങ്ങൾ മാണ്ടി പോകണോ അല്ലേ? മാണ്ടി നമ്മൾ ചെയ്യും. ചെയ്യാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. പറയല്ലേ അത് ഞങ്ങള് വീട്ടിൽ പോയിരുന്നു. അപ്പൊ ഭാര്യ നിങ്ങള് ഇവിടേക്ക് പോകുന്നു. ഞാൻ ഇവിടെ സുഖമില്ലാത്ത നമ്മളെ ഇവരൊന്നും കാണാൻ വേണ്ടിട്ട് ദിവസം ഇങ്ങനെ വിചാരിക്കുന്നു. ഇന്നിപ്പോ ഒരു ഒഴിവിട്ടേരാ കയറി വരിക. എന്താ നിങ്ങൾ പോകുന്നത്? അതെ, ഞങ്ങള് നമ്മളെ മൊയ്തുക്കാന്റെ വീട് പണി ഉണ്ടല്ലോ, അതിന് ഇപ്പൊ വാർപ്പൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നേരം നിൽക്കുക. കുറച്ചുകൂടി ഫണ്ട് ഉണ്ടെങ്കിലേ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഇനിയിപ്പോ തേപ്പ് വയറിങ് അങ്ങനെ കുറെ പരിപാടികൾ ഉണ്ടല്ലോ. അപ്പൊ നല്ലൊരു പൈസ നമ്മളിപ്പോ അതിനും കാണണം. അതിന്റെ അല്ല, അത് കിട്ടിയ പൈസ ഒക്കെ തീർന്നു. അപ്പൊ കുറച്ച് നമ്മള് കൊറേ പൈസ കിട്ടീനല്ലോ, അതോ കഴിഞ്ഞോ? അതിപ്പം തന്നെ സിമെന്റിന്റെ പൈസ കുറച്ചവിടെ കൊടുക്കാനുണ്ട്. അതിൽ തന്നെ ഇനി ബാക്കി പണിയെടുക്കുന്ന പൈസ ഒക്കെ ഉണ്ട്. സാധനത്തിനൊക്കെ ഭയങ്കര വില വിചാരിക്കും പോലല്ലോ. അല്ല, അപ്പൊ നിങ്ങളിപ്പോ എന്താ ഉദ്ദേശിച്ചത്? എന്താ നമ്മളിപ്പോ എന്താ ചെയ്യണ്ടേ? നമ്മളെ ആൾക്കാരെ കുറച്ചാളെ കണ്ടിട്ടേ കുറച്ച് പൈസ സംഘടിപ്പിക്കണം. അതാണ് ഇപ്പൊ നമ്മളിങ്ങോട്ട് വന്നേ. പിന്നെ ഞങ്ങള് ആചാരം പോയി കാണുന്നുണ്ട്. നമ്മളെ ആചാരം ആയിക്കോട്ടെ. ഞാന് എന്താ ചെയ്യണ്ടേന്ന് വെച്ചാലേ നമ്മൾ ചെയ്യാം. ഇപ്പോ എനിക്കറിയാലോ, 10 വർഷമായിട്ട് ഇപ്പോ നമ്മളെന്നാണല്ലോ ഭരിക്കുന്നത്. അപ്പോ ഇനിയിപ്പോ ഇലക്ഷൻ വരാൻ പോവാണ്. അപ്പോ അതിന് ഒരു മൊത്തത്തിലേ ജനങ്ങള് ഇനിയിപ്പോ എന്താന്ന് പറയാൻ പറ്റൂല. അപ്പൊ നമ്മ പിടിച്ചു നിക്കണെങ്കിലേ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുമല്ലോ. അതൊക്കെ നമുക്ക് ശരിയാക്കാം. ആയിക്കോട്ടെ. അത് ഞങ്ങൾ നിങ്ങളെപ്പോരല്ലേ. എന്നാലേ നിങ്ങള് ഈ പൈസന്റെ കാര്യം നിങ്ങൾ കാര്യമായിട്ട് എടുക്കിട്ടോ. അത് നമുക്ക് വേണ്ടോന്ന് ചെയ്യാം. എന്നായിക്കോട്ടെ, ചെയ്യാം. അല്ലെ നിങ്ങൾ ഫണ്ടിന്റെ കാര്യങ്ങൾ നമുക്ക് ചെയ്യേ. ഞാൻ ഏതായാലും ഇവിടെ വന്ന സുഖിയേ ജോസേട്ടന്റെ വീട്ടിലൂടെ ആയിക്കോട്ടെ. അയാൾക്ക് വോട്ടാക്കണം. എല്ലാവരും പബ്ലിസിറ്റി ആണ്. എല്ലാവർക്കും ഒരു നന്മ ചെയ്യാന്നുള്ളതല്ല, ചെയ്യുന്നതിന്റെ അപ്പുറം വലിയ പബ്ലിസിറ്റി ആണ്. ഇങ്ങനെ പറയും പോലല്ല. ഇപ്പോഴത്തെ കാലത്തെ ആരോടെങ്കിലും നേടിയെടുക്കണമെങ്കിൽ ഓല സോപ്പിട്ട് ഓല കയ്യും കാലും പിടിച്ചാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇപ്പൊ ഒരു ഇത് കൊടുത്തിട്ട് ഇപ്പൊ എന്താണ് കാര്യം? നമ്മളിപ്പം പഠിച്ചവന്റെ എന്തൊരു കൂരിട്ട് കണക്കാക്കി കൊടുക്കുമ്പോൾ അത് വലിയൊരു സംഭവമാക്കി മൂപ്പര് ഉദ്ദേശത്തിൽ പോയിണ്ടില്ലേ. മൂപ്പർക്ക് 10 കൊല്ലായി പോരാ ഭരിച്ച് കൊളാക്കുന്നു. ഇനിയിപ്പോ അവിടെ എന്തെങ്കിലും ഒരു ചെറിയൊരു അടുത്ത 5 കൊല്ലത്തേക്ക് അവിടെ സെറ്റ് ആക്കി എടുക്കണോ? അതാപ്പോ മൂപ്പര് ഉദ്ദേശം. ഇരുവേരിയൊന്നല്ല മൂപ്പര് ഉദ്ദേശം കാര്യമായിട്ട്. അങ്ങനെ കാണിത് ഇതിന്റെ കാര്യം എനിക്ക് മനസ്സിലായിട്ടാ. എന്തെങ്കിലും ആട്ടെ, വാ. അങ്ങനെ പോകുന്നത്? അതെ അജയരെ, നമ്മളെ മൊയ്തുക്കാന്റെ വീട് പണിയില്ലായിനോ? അതിപ്പോ നമ്മളന്ന് കിട്ടിയ പൈസ കൊണ്ടേ വാർത്തിട്ട് അല്ലാണ്ട് വേറൊന്നും കഴിഞ്ഞില്ല. ഇനിയിപ്പോ ബാക്കി എടുക്കണമെങ്കിൽ കുറച്ച് പൈസ എടുക്കാൻ കിട്ടണം. അതിനാണ് ഞാനും ഇവര് വന്നത്. വാർപ്പൊക്കെ കഴിഞ്ഞില്ലേ? വാർപ്പ് കഴിഞ്ഞ് ഇനിയിപ്പോ വയറിങ്ങും തേപ്പും അല്ലേ അല്ലേ? അന്നപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടി വെച്ചാൽ ഞാൻ ചെയ്യും. അതിനുള്ള ഗുണം നമുക്ക് കിട്ടണം. അല്ല, അതിപ്പോ ആചാരം എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ അറിയോ? എലക്ഷനൊക്കെ വരുന്നത്, നമുക്ക് വേണ്ടപ്പെട്ട ആളാണ് നിക്കുന്നത്. അതിന്റെ ഗുണം ഒരാൾ കിട്ടണം. അതാ ആചാരെ, നമ്മളെ ഏരിയ തന്നെയാണ്. ഇതുകൂടി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടി അവിടെ വോട്ട് അധികം കിട്ടും. അതെന്താ ഓനാണ് പോയത്? ഓനെ വലുങ്ങനെ ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു. ഇഷ്ടമല്ലാത്ത ആട്ട് പോട്ടെ നജീബ്. നമ്മക്ക് പരിപാടി ഗംഭീരാക്കണം. MLA കൊണ്ടുപോയിട്ട് എല്ലാ കാര്യവും എന്നാട്ട് ഏൽപ്പിച്ച് ഇനി നോക്കണം. ആയിക്കോട്ടെ. പരിപാടി ഉഷാറാക്കണം. ആയിക്കോട്ടെ. വാലേക്കും സലാം.
അല്ല ഇനി എന്ത് പരിപാടി ചെയ്ത് എന്ത് പരിപാടി? നമ്മളൊരു കാര്യം സംസാരിച്ചു നിൽക്കുമ്പോ ഇങ്ങനെ ഇറങ്ങിപ്പോന്ന ആചാരം എന്ത് വിചാരിക്കും? മൂപ്പർ എന്ത് വിചാരിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല. ഈ മൂപ്പര് പറഞ്ഞു കേട്ടോ, വലിയൊരു ഫംഗ്ഷൻ ആക്കിയിട്ട് അവിടെ വെച്ചിട്ട് താക്കോൽ കൊടുക്കണം. ഇപ്പൊ അങ്ങനെയൊക്കെയാണ് എല്ലാരും ചെയ്യുന്നത്. നമ്മൾ മെമ്പറെ അടുത്ത് പോയിട്ട് മെമ്പർ പറഞ്ഞ എന്താ, അയാൾ കട വോട്ട് കേന്ദ്രമാക്കി മാറ്റണം. വേറെ ഒക്കെ നമ്മൾ പോയില്ലേ കടയില്, ഓനും പറഞ്ഞ എന്താ, ഓൻ്റെ ഒരു പരസ്യം, ചെറിയൊരു പരസ്യം കൊടുക്കണം. എല്ലാവർക്കും പബ്ലിസിറ്റിയും പരസ്യമാണ്. ഈ ഒരു പൊതു പരിപാടി വെച്ചിട്ട് ഈ പാവം മനുഷ്യന് അയാൾക്കൊരു ഇരിക്കൂ ഇല്ലാത്തത് കൊണ്ടാണല്ലോ നമ്മളോട് ഒരു ആവശ്യം വന്ന് പറഞ്ഞത് അല്ലേ? ശരിയാണ്. അപ്പൊ അയാളെ ഇത്രയും ആൾക്കാർ മുമ്പ് വെച്ചിട്ട് ആ താക്കോല് വാങ്ങുമ്പോൾ അയാൾക്ക് മാനസികമായിട്ട് എത്രത്തോളം പ്രയാസം ഉണ്ടാവുന്നത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതൊന്നും ഇപ്പൊ ആരും ചിന്തിക്കുന്നത്. ഓൽക്കൊക്കെ ഇപ്പൊ എന്താ വേണ്ടി, ഓൽക്കൊരു ആൾബലം കിട്ടുക, ഞാനാണ് ഇത് ചെയ്തെങ്കിൽ ഓൽക്കൊക്കെ എല്ലാവരും അറിയണം. അല്ലാണ്ട് ഞാൻ വിചാരിക്കുന്ന കാലഘട്ടം അല്ലത്. നജീബേ, നമ്മളൊക്കെ ചെറുപ്പക്കാരല്ലേ? ഈ മൊയ്തുഖാന്റെ സ്ഥാനത്ത് നമ്മൾ ആരെങ്കിലും ആണെന്നൊന്ന് ഈ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു പൊതു വേദിയിൽ വെച്ചിട്ട് ഇതുപോലൊരു താക്കോൽ ഏറ്റുവാങ്ങുന്നൊരു സന്ദർഭം അത് എനിക്കോ ആണ് ജീവിതത്തിൽ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാനസികമായിട്ട് നമുക്ക് എത്രത്തോളം പ്രയാസം ഉണ്ടാവും എന്നുള്ളത് ഈ ഒന്ന് ചിന്തിച്ചാൽ ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവും. ഇനി പറഞ്ഞു വെച്ച് നോക്കുമ്പോ അത് 100% ശരിയാണ്. ഇനിയിപ്പോ പറയുന്നത് എന്താ, വലിയൊരു പരിപാടി ആക്കണ്ടെന്നാണ് ഇത്. നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം പോയിട്ട് മൊയ്തുഖാനെ പോയി കാണാം. മൊയ്തുഖാനോട് വിവരങ്ങളൊക്കെ പറയാം, ഇങ്ങനെ ഒരു ഇതുണ്ട് എന്ന് പറയാം. മൂപ്പർക്ക് വലിയ പ്രയാസമില്ലാന്ന് തോന്നുകയാണെങ്കിൽ മൂപ്പർ അത് ഓക്കെ അങ്ങനെ ചെയ്തോളി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ നടത്താം. ഇനി അതല്ലെങ്കിൽ ഒരു ലളിതമായ പരിപാടി നടത്തിയിട്ട് ആ താക്കോല് മൂപ്പർ കണ്ടുകൊണ്ടു പോകും. അതാണ് അതിൻ്റെ ഒരു ഭംഗി അല്ലേ? എന്നാ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാം. ആയിക്കോട്ടെ, ആ പോയി നോക്കുന്നത്. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. എന്തൊക്കെയാണ് മൊയ്തുഖാ വിശേഷമൊക്കെ? നല്ലത് തന്നെ മോനെ. എന്തായി പെറുപ്പണിയൊക്കെ? കോലത്തിലൊക്കെ ആയിക്ക്. അങ്ങനെല്ലാം കൂടി ആയിക്കില്ലേ? ഇപ്പൊ ബാക്കി തേപ്പും വയറിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. അതൊന്നും നടന്നിട്ടിയാ മതിയായിരുന്നു. ഒക്കെ നടക്കൂ. ബാക്കിയുള്ള പണിയോട് തീർക്കാനേ നമ്മൾ കുറച്ചാളൊക്കെ പോയി കണ്ടീനു. ഓലൊക്കെ നമുക്ക് പെട്ടെന്ന് തീർക്കണമെന്നുള്ള ആഗ്രഹമാണ് പറഞ്ഞത്. ബാക്കിയുടെ എത്രയും പെട്ടെന്ന് തീരെ. മൊയ്തുഖാ, എല്ലാവരും നല്ല സഹകരണമാണ്. ഞങ്ങളിന്ന് പോയി കണ്ടോലൊക്കെ ഓലെ കൊണ്ട് കഴിയുമ്പോഴൊക്കെ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ചെറിയൊരു വിഷയമുണ്ട്, അത് നീ പറയും. അത് മൊയ്തുഖാ, നമ്മളിപ്പോ കുറച്ചാളെ കണ്ട് കഴിഞ്ഞ് പൈസ വാങ്ങിയിട്ടാണല്ലോ നമ്മൾ പുറപ്പണിയൊക്കെ തീർത്ത്. 1-2 ആള് പറഞ്ഞു എന്താ വെച്ചാല് നമുക്ക് വീടിന്റെ താക്കോൽദാനോ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറ തരുമ്പേ നമുക്ക് ആൾക്കാരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് നല്ലൊരു പരിപാടിയാക്കി വെക്കണമെന്നാണ്. ഒരു വലിയൊരു പരിപാടിയാക്കി നിങ്ങൾക്ക് മന്ത്രിയോ MLA ആരെങ്കിലും താക്കോല് തരുന്ന രീതിയിലാണ് ഓല് കാണുന്നത്. അതൊക്കെ വേണം മോനെ. ഞമ്മക്ക് ഇവിടെ ചെറിയൊരു മൊയിലൂതും കഴിച്ച് കൂടിയാ പോരെ. മൊയ്തുഖാ, നിങ്ങളെ മാനസിക പ്രയാസം ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഇതിപ്പോൾ കുറേ ആളുകൾ കൂടിയിട്ട് പൈസ തരുന്നതും കൊണ്ട് പൈസ തരുന്ന പലർക്കും പല ഉദ്ദേശങ്ങളുള്ളത്. അപ്പം എന്തപ്പം നമ്മൾ ചെയ്യാന്നുള്ളത്? അതൊക്കെ ശരിയാണ് മോനെ. ആൾക്കാര് കൂടിയിട്ട് ചെയ്തു തന്നതായത്. ഇനിയിപ്പോ പല ആൾക്കാര് സഹായം ഉണ്ടെങ്കിലേ ഇത് നടക്കും. അതെ അതെ. ഈ 2 പെൺകുട്ടികളാള് ഇങ്ങനെ റോട്ടുമ്പോ കൂടെ സ്കൂളിലൊക്കെ പോകുമ്പോ ചെങ്ങായിമാരൊക്കെ പറയുമ്പോ കൽപ്പിനൊരു പോലെ. അത് സാരല്ല മൊയ്തുഖാ, അതിനെന്തെങ്കിലും ഒരു പരിഹാരം നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. രജീവേ, ഇന്നലെ ഞാൻ എന്നോട് പറഞ്ഞില്ലേ, മൂപ്പര മാനസികാവസ്ഥ ഇപ്പം നമ്മൾ കണ്ടല്ലോ. പലരും സഹായം ചെയ്യുമ്പോൾ അതൊരു വലിയൊരു പൊതുവേദിയിൽ വെച്ചിട്ട് വലിയൊരു പരിപാടിയാക്കി കൊടുക്കുമ്പോൾ ഇവരുടെ ഉള്ളിൽ എത്രത്തോളം പിടയുന്നുണ്ട് എന്നുള്ളത് ഈ കൊടുക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്നില്ല. ഇവർ നിവൃത്തികേട് കൊണ്ടാണ് ഇവരവിടെ വരുന്നതും
ആ പൊതു പരിപാടിയിൽ വെച്ചിട്ട് അത് സ്വീകരിക്കുന്നതും. പക്ഷേ അതാണ് സമൂഹം മനസ്സിലാക്കേണ്ടത്.